ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു കിടുക്കാച്ചി ഒരു ടിപ്പ് കാണിച്ചു തരാം. സുപ്പു എപ്പോഴും നമ്മുടെ മുഖവും കാലും ഒക്കെ അല്ലേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈകൾ നമ്മൾ ശ്രദ്ധിക്കത്തതേയില്ല കേട്ടോ. അപ്പോഴേ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ കൈകളെയും കൂടെ നമുക്ക് സുന്ദരമാക്കണമല്ലോ. അപ്പോൾ ഈ തഴമ്പും ജോലിയൊക്കെ ചെയ്ത് തഴമ്പൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ, അപ്പോഴേ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും നല്ല കളറ് കിട്ടാനും നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സോപ്പൊക്കെ ചിലർക്ക് ഈ സോപ്പ് നമ്മുടെ പൗഡർ ഇതൊന്നും പിടിക്കത്തില്ലല്ലോ. അപ്പോൾ കൈകൾക്കൊക്കെ വല്ലാത്ത മുരിച്ചിലും ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ ഇതൊക്കെ വല്ലാതെ മുരിച്ചിലുമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു കിടിലും പായ്ക്കുമായിട്ടാണ് സുപ്പ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. നമുക്ക് അലോവേര ജെല്ല് വേണം, പിന്നെ നമുക്ക് ഗ്ലിസറിൻ വേണം കേട്ടോ. അപ്പോൾ ഇവരെ രണ്ടുപേരും നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇടാം. അപ്പോൾ ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ. അപ്പോൾ സുപ്പൊന്നും ഇടുന്നില്ല, നമുക്കല്ലാതെ തന്നെ ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഗുണമൊക്കെ മതി കേട്ടോ. ഡെയിലി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കൈയിലെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാൻ അടിപൊളിയാണ് ഇത് കേട്ടോ. കാലിലും പുരട്ടാം നമുക്ക് കേട്ടോ. അപ്പോഴേ നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ നമ്മൾ മുഖത്ത് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മുടെ കൈകൾ നമ്മൾ ഇതേപോലെ എല്ലാം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് എടുത്തു. അപ്പോൾ കുറച്ച് ഗ്ലിസറിൻ നമുക്കെടുക്കാം. വൈറ്റമിൻ ഇ നമുക്കിടാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇടുന്നില്ല, ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ ഇതൊക്കെ അല്ലേ. അപ്പോഴതേ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ രണ്ട് കയ്യിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ കളറ് പറയാൻ എന്താ, രണ്ടിൻ്റെയും കളർ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് കളറ് പറയാനൊക്കെ പറ്റും അല്ലേ. എന്നിട്ട് നമുക്കിതേ ഇങ്ങനെ ഇപ്പം തന്നെ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നതാണ്. എന്നിട്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഒരു വല്ലാത്ത ഒരു മുരിച്ചിൽ തോന്നും കേട്ടോ. നമ്മുടെ കൈകൾക്ക് നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തഴമ്പും നരമ്പൊക്കെ പൊങ്ങിയിരിക്കുകയാണല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഒരു പരിധിക്ക് വരെ ഒന്ന് മാറ്റാൻ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു പായ്ക്കുകൾ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് റൗണ്ടിലൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖം മാത്രം നമ്മൾ മിനുക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? നമ്മുടെ കൈകളും നമുക്ക് സുന്ദരമാക്കണം കേട്ടോ. എന്നാൽ നമ്മളൊക്കെ ജോലിക്കള്ളികളും അല്ലേ. രണ്ട് കയ്യിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിലേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് രാവിലെയോ രാത്രിയിലോ നമുക്കിത് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെ കാണുമല്ലോ അല്ലേ. ഗ്ലിസറിനും അലോവേരയും ഒക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങിച്ച് വെക്കും. ചിലരുടെയൊക്കെ നന്നായിട്ട് ഈ നരമ്പുകൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണല്ലേ. ചിലരുടെ നന്നായിട്ട് പൊങ്ങിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. സോഫ്റ്റ് ആവും കേട്ടോ. നമ്മുടെ ഈ
സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നാളിൽ ഞാൻ ഉപ്പ് വെച്ച് ചെയ്തല്ലോ, പക്ഷെ അതൊക്കെ നല്ല സൂപ്പറാണ്, കിടുവാണ് കേട്ടോ. ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ വെച്ച് നമ്മൾ കൈകളിൽ ഇങ്ങനെ ആഴ്ചയും ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൈകൾക്ക് നല്ല ഭംഗിയും ഉണ്ടാവും, സ്കിന്നൊക്കെ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോഴേ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ കൈകളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നവർ കാണും കേട്ടോ. നമ്മളൊക്കെ ഓർക്കുമ്പോൾ ചെയ്യും, എന്നാലും ആഴ്ചയിലൊക്കെ നമ്മളും ഇങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി എണ്ണയെങ്കിലും എടുത്ത് തൂക്കാൻ നോക്കും അല്ലേ. ഞാൻ ചിലപ്പം അങ്ങനെ ചില സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തൂക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ബേബി ഓയിലുണ്ടല്ലോ, ഇപ്പം ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ബേബി ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതൊക്കെ നമുക്ക് ഇവിടെ സ്ഥിരം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഞാൻ എടുത്തൊന്ന് തൂക്കാതെ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോഴൊരു 5, 10, 15 മിനിറ്റ് കേട്ടോ, അത്ര വേണേലും നമുക്ക് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി തണുത്ത വെള്ളത്തിൽ ഇത് കഴുകി മാറ്റാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ കൈകളുടെ പെരുപ്പൊക്കെ മാറും. ഇങ്ങനെ സ്ഥിരം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. എനിക്കൊക്കെ ചില സമയത്ത് ഭയങ്കര കൈക്ക് പെരുപ്പാണ്. അപ്പോഴാരുടെയെങ്കിലും കയ്യിലോട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോഴും നമുക്കതിൻ്റെ ഒരു ആശ്വാസം കിട്ടും, ആ തരിപ്പും കഴുപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കൈകൾ ഇതേമാതിരി ഒന്നും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതാണ് കാരണം കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് തന്നെ ഇപ്പം ആയി. അപ്പോഴിത്തിരി നേരം കൂടെ നമുക്ക് ഇരുന്നിട്ട് ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. ഇതേ കണ്ട നരമ്പൊക്കെ ഇപ്പം തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തപ്പം തന്നെ എങ്ങോട്ടോ താഴോട്ടങ്ങ് പോയി കേട്ടോ. തുടർച്ചയായിട്ട് ഇതിനകത്ത് പൊങ്ങിയിരിക്കുന്നത് നമ്മൾ 2 കൈയുടെ വ്യത്യാസം നമുക്കത് മനസ്സിലാവും. നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മുഖം പോലെ നോക്കേണ്ട കാല്, കൈ, ഇതൊക്കെ അല്ലേ, ആരും ശ്രദ്ധിക്കത്തില്ല, ജോലിയും ചെയ്തങ്ങ് നടക്കും. അപ്പോഴും ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി നേരം കൂടെ ഞാൻ ഇരുന്നിട്ട് കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോഴതാ ഞാനൊരു 10 മിനിറ്റ് ഇത് ഇട്ടിങ്ങനെ ഇരുന്നു. ഇനി നമുക്ക് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തന്നെ നമുക്കത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ, നല്ല സോഫ്റ്റാവും. വലത്തെ കൈ പാറ പോലെ ഇരിക്കുകയാണ്, പക്ഷേ ഇടത് കൈ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് കേട്ടോ. 2 കൈകൾ നമ്മളിങ്ങനെ ചെയ്യാൻ നോക്കണം. പിന്നെ എനിക്ക് ബാക്കിയില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നരമ്പൊക്കെ താഴോട്ട് പോയി. നരമ്പ് എങ്ങോട്ട് പോയി? താഴോട്ട്. നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. ഈ നരമ്പൊക്കെ പൊങ്ങിയിരിക്കുന്നു, ഇത് പക്ഷേ നല്ല താഴ്ന്നിരിക്കുന്നേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആഴ്ചയിലൊക്കെ ചെയ്യാൻ മതി കേട്ടോ. ആഴ്ചയിലൊക്കെ ചെയ്ത് നോക്കണം. വിരലുകളും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോഴും നമ്മുടെ 2 കൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴ് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. സോഫ്റ്റായിട്ടിരിക്കുന്ന നമുക്ക് തൊടുമ്പോഴേ അറിയാം, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ആ ഉപ്പ് വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ. ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചെയ്താലും നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ. കളറിനും വ്യത്യാസം വരും കേട്ടോ. കളറിനും വ്യത്യാസം വരും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 കൈയുടെയും കളർ തമ്മിൽ ഇപ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത കൈ, ഇത് ചെയ്യാത്ത കൈ, രണ്ടും തമ്മിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇവിടെ വരെയുള്ളത് നല്ല വ്യത്യാസവും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല കളറ് കിട്ടാനും നല്ലതാണ് കേട്ടോ.
എന്നാ ചോദിക്കും. നമുക്ക് മുട്ടുവരെയും ചെയ്യാം. ഇത് മുട്ടുവരെയും ചെയ്തിട്ട് നമുക്ക് മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ കളറൊക്കെ മാറും കേട്ടോ. അപ്പോഴേ നിങ്ങളും ചെയ്യണം ഇങ്ങനെ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ആഴ്ച ഒരു പ്രാവശ്യം മതി കേട്ടോ. നമ്മുടെ കൈകൾക്ക് വേണ്ടി നമുക്ക് ആഴ്ച ഒരു പ്രാവശ്യം ഇച്ചിരി സമയമൊന്നും മാറ്റി വയ്ക്കുന്നതിന് എന്താണ്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാണും കേട്ടോ. നമ്മളെ പാലല്ല, ചിലരൊക്കെ ഇത് സ്ഥിരം എന്താ ഇങ്ങനെ കൈയൊക്കെ സുന്ദരി കൈയൊക്കെ ആവാൻ വേണ്ടി ചെയ്യുന്നവർ കാണും കേട്ടോ. അപ്പോഴേ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കൈകളെയൊക്കെ മനോഹരമാക്കി തീർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.